അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖവും സമാധാനവും ഹൈറും ബർക്കത്തും നിറഞ്ഞൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഒരു മോട്ടിവേഷനാട്ടോ, അതായത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ, എല്ലാവരും മനസ്സിലാക്കേണ്ട, എല്ലാവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാനൊരവസരം നമുക്കുണ്ടായാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു വിഷയം എന്താണ്? മരണം. മരണത്തെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. കാരണം മരണം നമ്മുടെ തൊട്ടു പിറകെ ഉണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഓരോ ദിവസങ്ങൾ നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. നേരം വെളുക്കുന്നു, ഉച്ചയാവുന്നു, രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും നേരം വെളുക്കുന്നു. ഇത് തന്നെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സുകൾ, ചിലവരുടെ മനസ്സുകൾ വളരെ ലോലമായ മനസ്സായിരിക്കും, ചിലരുടെ ഇച്ചിരി കഠിനമായ മനസ്സായിരിക്കും. പക്ഷേ മനസ്സ് ലോലമാണെങ്കിലും കഠിനമാണെങ്കിലും ഏത് വിധത്തിലുള്ള മനസ്സാണെങ്കിലും മരണം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാവരും ഇതിൽ ഞാനിപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല, നമുക്കതിനുള്ള അവസരം കിട്ടുന്നില്ല. ഓരോരോ ഓട്ടത്തിലാണ്. കാശ് ഉണ്ടാക്കണം, ജീവിക്കണം, കഷ്ടപ്പാട്, ദാരിദ്ര്യം, അതേപോലെ തന്നെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ എന്ന് വേണ്ട സകല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ നീറി നമ്മൾ വളരെ വിഷമത്തിൽ ഇങ്ങനെ ദിവസവും ഓട്ടത്തിലാണല്ലേ. ആ ഓട്ടത്തിൻ്റെ സമയത്തും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കൂടെ മരണം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അങ്ങനെ ആ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. ഈ മനസ്സ് ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അള്ളാഹു ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ തൊട്ടു പിറകെ, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മരണം ഏത് സമയത്താണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം, അടുത്ത നിമിഷം ഞാൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കറിയാം? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പോൾ നമ്മളത് എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ആരെങ്കിലും ചിന്തിക്കാത്തതുണ്ടോ എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയണം, ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ മനസ്സിലെപ്പോഴും എൻ്റെ കൂടെ മരണമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ കെയർഫുള്ളായിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കണം എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനൊരു ബോധവൽക്കരണം തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ചിന്തിച്ചേ മതിയാവും. പേടിക്കണം എന്തിനാണ്? ചില ആളുകൾ പറയും, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ്. പക്ഷേ പേടിച്ചിട്ട് ഒന്നും കാര്യമില്ല. ജനനം ഉണ്ടോ, മരണമുണ്ട്, തീർച്ച. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, എത്ര ഓട്ടത്തിലാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം, സന്തോഷം, ഹൈർ, ബർക്കത്ത്, അങ്ങനെ ഒന്നും വേണ്ട എല്ലാം നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. 5 നേരത്തെ നമസ്കാരമെങ്കിലും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നു, ആ ജോലി ഹലാൽ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഹലാൽ ഭക്ഷണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഹലാലായ കാര്യങ്ങൾ ചിന്തിക്കുക, ഹലാലായ രീതിയിലൂടെ നടക്കുക, ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഈമാനുണ്ടോ അവിടെ നമുക്ക് ഇബാദത്തുണ്ടോ അവിടെ നമുക്ക് ഈമാൻ കിട്ടും.
ഈമാൻ കിട്ടിയാൽ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ബർക്കത്തും റഹ്മത്തും അങ്ങനെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ. അതായത് ഞാൻ എന്താണോ അതുപോലെ തന്നെ നിങ്ങളാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആകാൻ ശ്രമിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഇത് തന്നു എന്ന് മാത്രം കേട്ടോ, ഒരു ക്ലൂ തന്നതാണ്. കാരണം നിങ്ങളത് മനസ്സിലാക്കണം, ഇത് ശരിയാണ് പറയുന്നത്, ശരിയാണ്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്ക് അടുത്തടുത്ത് കൊണ്ടുവരുമെന്ന് ചിന്ത നമുക്ക് വേണം. അള്ളാഹു അടുപ്പിക്കുക എന്നുള്ള എന്താണ് കാര്യം? അള്ളാഹുവിനെ കൂടുതൽ നമ്മളേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അതായത് നമ്മൾ ഇപ്പം എന്തെങ്കിലും നമുക്കൊരു ആപത്ത് പറ്റുമ്പോഴാണ് പടച്ചവനെ കാക്കണേ എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, അള്ളാഹുവിനെ ചിന്തിക്കുന്നില്ല. അല്ല, എപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ആ സന്തോഷത്തിൻ്റെ നേരിയ ഒരു നിമിഷത്തിനുള്ളിൽ നമുക്ക് ദുഃഖമുണ്ടാവാം. അള്ളാഹുവിൻ്റെ ചിന്ത നമുക്കില്ലാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനെ കൂടുതൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും നന്മയും തിന്മകളെല്ലാം മാറ്റിവെച്ച് നന്മകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്താണ് കേട്ടോ. ഇബാദത്ത് ചെയ്താൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാം നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അപ്പോഴാണ് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ. ഞാൻ ഈ പറഞ്ഞത് ആരെങ്കിലും അത് ഉൾക്കൊള്ളുകയോ അതേപോലെ ജീവിക്കാൻ തയ്യാറാകുകയോ അതേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും. എല്ലാവരും ഇത് ചെയ്യുകയും ഇത് എന്നോട് അറിയിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാം ഇതിൽപ്പെട്ടവരാണ് എന്ന് അപ്പോഴെങ്കിലും എനിക്ക് മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാവരും എന്നോടൊത്ത് മുന്നോട്ട് പോകുന്നവരാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എല്ലാ പ്രാർത്ഥനയും നല്ല കാര്യങ്ങളും ഈമാനോടുകൂടി, ഈമാൻ കിട്ടണമെങ്കിൽ ഇബാദത്ത് ചെയ്ത് ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.